വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇൻകം ടാക്സിനകത്തുള്ള ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞതിനകത്ത് നമ്മൾ ഏറ്റവും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പഠിക്കുന്നതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഒന്ന് അഡ്വാൻസ് ടാക്സിനെ കുറിച്ച്, അല്ലെങ്കിൽ രണ്ടും അഡ്വാൻസിനെ കുറിച്ചാണ്. ഒന്ന് അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ, പിന്നെ ഒന്ന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട സമയത്ത് നിങ്ങൾ അടച്ചില്ലെങ്കിൽ. ഓക്കെ, സോ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോ അവസാനിക്കുന്ന നേരത്ത് പറഞ്ഞായിരുന്നു, ദയവ് ചെയ്ത് അഡ്വാൻസ് ടാക്സിന്റെ വീഡിയോ കാണുക. അതിൻ്റെ അത് ഏതൊക്കെ ഡേറ്റിനകത്താണ് എപ്പോഴൊക്കെയാണ് അടയ്ക്കണേ എന്ന് കൃത്യമായിട്ട് മനസ്സിലായാലേ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നോക്കാം, രണ്ട് കാര്യങ്ങളാണ് അഡ്വാൻസ് ടാക്സും ഇൻട്രസ്റ്റും ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തേത് ഓക്കെ, ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്, സെക്ഷൻ 234B. അതായത് അഡ്വാൻസ് ടാക്സ് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏതും കൂടെ കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്യേണ്ടി വരും. പറയുന്ന കാര്യം, a person who is required to pay advance tax fails to pay advance tax at all or 90% of assessed tax as advance tax. അതായത് നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട അസസികളായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അഡ്വാൻസ് ടാക്സേ അടച്ചിട്ടില്ല. അല്ലെങ്കിൽ അടയ്ക്കേണ്ട ടാക്സിന്റെ എത്രയാണോ നിങ്ങളുടെ അസസ്ഡ് ടാക്സ് അതിന്റെ 90% നിങ്ങൾ എന്തായിട്ട് അടയ്ക്കണം, അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കണം, അടച്ചിട്ടില്ല. മനസ്സിലായി? സോ അഡ്വാൻസ് ടാക്സേ അടച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ അടയ്ക്കേണ്ട ടാക്സിന്റെ 90% നിങ്ങൾ എന്തായിട്ട് അടയ്ക്കണം, അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കണം. അങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കുന്ന നേരത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, എമൗണ്ട് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഈ ഏരിയ, ഒന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഏത് എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ അഡ്വാൻസ് ടാക്സിന് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ടാക്സിന് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്. ഓക്കെ, വേർ നോ ടാക്സ് ഈസ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 148. ദാറ്റ് മീൻസ് നമ്മൾ അസസ് ചെയ്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ടാക്സേ അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നേരത്ത് അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ്. മനസ്സിലായി? അതായത് നമ്മുടെ ടാക്സ് ലൈബിലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല, നമ്മുടെ ടാക്സ് ലൈബിലിറ്റി നമുക്കൊന്നുമില്ല, കാരണം അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇതിനകത്ത് നമുക്ക് ടാക്സ് ലൈബിലിറ്റി ഇല്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ഒരു എമൗണ്ട് പോലും ടാക്സ് ആയിട്ട് അടച്ചിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന അസസ്ഡ് ടാക്സ് എത്രയാണോ അതിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം, നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. മനസ്സിലായി? റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് അടച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അഡ്വാൻസ് ടാക്സ് ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ അസസ്ഡ് ടാക്സിൽ നിന്ന് ആ അടച്ചിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് നമുക്ക് മൈനസ് ചെയ്യും. സിറ്റുവേഷൻ നമ്പർ 1. ഇനി ടാക്സ് ഈസ് പെയ്ഡ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നേരത്ത് നോക്കി, പീരീഡ് അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ടാക്സ് ആസ് പെർ സെൽഫ് അസസ്മെന്റ് ഈസ് പെയ്ഡ്. അപ്പം അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ്. അതായത് സെൽഫ് അസസ്മെന്റ് പ്രകാരം നമ്മൾ ടാക്സ് അടച്ച ഡേറ്റ് വരെ ഏത് അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, ആ എമൗണ്ടിന്റെ മുകളിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ. ഇനി പറഞ്ഞത് പീരീഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ദ ടാക്സ് ആസ് പെർ ദ സെൽഫ് അസസ്മെന്റ് ഈസ് പെയ്ഡ്. അതായത് സെൽഫ് അസസ്മെന്റ് പ്രകാരം നമ്മൾ ടാക്സ് അടച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ആ അടച്ച ടാക്സും കൂടെ അങ്ങ് മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് മൈനസ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെന്റ്. സിറ്റുവേഷൻ മനസ്സിലായി? എങ്ങനെയായിരുന്നു, നമ്മൾ സെൽഫ് അസസ്മെന്റ് പ്രകാരം ടാക്സ് അടയ്ക്കുന്ന ഡേറ്റ് വരെ അവർ അസസ് ചെയ്തിരിക്കുന്ന അസസ്ഡ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. ആ എമൗണ്ടിന് മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇനി നമ്മൾ സെൽഫ് അസസ്മെന്റ് പ്രകാരം ടാക്സ് അടച്ചതിന് ശേഷമാണെങ്കിൽ അസസ് ചെയ്ത ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ് മൈനസ് നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ്, ആ എമൗണ്ടിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ബാലൻസ് വരുന്ന എമൗണ്ടിന്റെ മുകളിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ. ഇനി നോക്കി, അസസ്ഡ് ടാക്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് നോർമൽ ടാക്സ്, അതിനകത്ത് നിന്ന് ഏത് മൈനസ് ചെയ്യാം, TDSO, റിലീഫോ, മാറ്റ് ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? ഒരു പോയിന്റ് കൂടെ അതിനകത്ത് പറയുന്നത്, that means where the amount paid under self assessment fall short of tax and interest calculated as per the self assessment, then the amount paid shall be first adjusted towards the interest and balance if any shall be adjusted towards tax payable. അതായത് നമ്മൾ അടച്ച എമൗണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ഓക്കെ, അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അസസ്ഡ് എമൗണ്ടും ഇൻട്രസ്റ്റും ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മളൊരു എമൗണ്ട് അടച്ചിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് അവർ ഫസ്റ്റ് ഏതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ, ഇൻട്രസ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മളൊരു 1000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവർ നമ്മളോട് പറയുന്നത്, ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് 1200 രൂപയാണ് അവർ അസസ് ചെയ്ത ടാക്സ്, ഒരു 200 രൂപ അവർ ഇൻട്രസ്റ്റും കൂടെ വരും. ദാറ്റ് മീൻസ് 1200 രൂപ അവർ പറയുന്ന അസസ്ഡ് ടാക്സ് പ്ലസ് ലേറ്റ് ആയതിന് ഒരു 200, അങ്ങനെ 1400 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് പേ ചെയ്യണം. പക്ഷെ നമ്മൾ സെൽഫ് അസസ്മെന്റ് പ്രകാരം എത്ര രൂപ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന 1000 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ അവർ ഫസ്റ്റ് ഏതിലോട്ടേ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ, ഇൻട്രസ്റ്റിലോട്ടേ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ഇവിടെ നമ്മൾ എത്ര രൂപയാണ് ടാക്സ് ആയിട്ട് അടച്ചതായിട്ട് അവർ ട്രീറ്റ് ചെയ്യുള്ളൂ, 800 രൂപ മാത്രമേ ടാക്സ് ആയിട്ട് അടച്ചായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ഇനി 400 രൂപയും കൂടെ ഏതിന്റെ പുറകെ പോകണം, ടാക്സ് ആയിട്ട് പോകണം. സോ അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായല്ലോ? സോ അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാൾ കുറവാണ് നമ്മൾ അടച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് അവർ ആദ്യം ഏതിലോട്ടാണ് ട്രീറ്റ് ചെയ്യുക,
നമ്മുടെ ഇൻട്രസ്റ്റിലോട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നോക്കിയേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1% പെർ മന്ത് ഓർ പാർട്ട് ദെയർ ഓഫ്. മനസ്സിലായോ? ഒരു മാസം 1% വെച്ച് നമുക്ക് എന്ത് വരും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. ഇനി നോക്കിയേ, ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഓഫ് ദ മന്ത് കമൻസിംഗ് ഫ്രം ഫസ്റ്റ് ഡേ of April of the relevant assessment year and the ending on the day determination under section 143(1) or on regular assessment. അതായത് എപ്പോഴത്തോട്ടാണ് നമ്മളോട് തുടങ്ങണേ? നമ്മൾ ഇതിനകത്ത് റിട്ടേൺ ഓഫ് ഇൻകത്തിനകത്ത് നമ്മളോട് പറഞ്ഞു ആ കട്ട് ഓഫ് ഡേറ്റിന് ശേഷമാണെന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ കട്ട് ഓഫ് ഡേറ്റ് അല്ല പറയണേ, എപ്പോഴത്തോട്ട് സ്റ്റാർട്ട് ചെയ്യണം? ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ഫോർ ദ റിലവന്റ് അസസ്മെന്റ് ഇയർ. അതായത് നിങ്ങൾ എന്നാണോ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റ് തൊട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. എന്നാണോ നമ്മൾ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നു മുതൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സിന്റെ ഇൻട്രസ്റ്റ് അടക്കണം. അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ 1%, ഒരു മാസം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ശ്രദ്ധിക്കേണ്ട സാധനം അത് മാത്രമാണ്. ആ കട്ട് ഓഫ് ഡേറ്റ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട കട്ട് ഓഫ് ഡേറ്റ് സെക്ഷൻ 139 പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റിന്റെ പുറകെയല്ല ഞങ്ങൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് ഏതാ? ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ. ഈ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടുള്ള മാസങ്ങളിൽ നമ്മൾ എന്ത് കൊടുത്തേ പറ്റൂ? അഡ്വാൻസ് ടാക്സിന് ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ. Okay, for the purpose of self-assessment under section 140A, interest shall be calculated on tax as per the income shown in the return. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടാക്സ് ലൈബിലിറ്റി എത്രയാണോ അതിന്റെ മുകളിലായിരിക്കും. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഏതിനകത്താ? നമ്മുടെ 234A പറഞ്ഞില്ലായിരുന്നോ? റീ അസസ്മെന്റും പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം. ഇവിടെ വേർ ആസ് എ റിസൾട്ട് ഓഫ് an order of reassessment or recomputation under section 147 or 153A, the amount on interest is payable is increased. Assessee shall be liable to pay simple interest at the rate of 1% of every month or part thereof. അതായത് ഈ പറയുന്ന പോലെ സെക്കൻഡ് ആൻഡ് സബ്സിക്വന്റ് അസസ്മെന്റിന് ശേഷം നമ്മുടെ ടാക്സ് ലൈബിലിറ്റി കൂടുകയാണെങ്കിൽ ആ എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 1% വെച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. Such interest shall be payable on the amount on which the tax on the total income exceed the tax on the total income determined on the basis of earlier assessment. എത്രയാണോ ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത് ആ എമൗണ്ടിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി പീരീഡ് നോക്കി, കമൻസിംഗ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റിലവന്റ് അസസ്മെന്റ് ഇയർ ആൻഡ് എൻഡിംഗ് ഓൺ ദ റീ അസസ്മെന്റ് ഡേറ്റ്. സോ അഡ്വാൻസ് ടാക്സിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഡ്വാൻസ് ടാക്സ് പ്രകാരം ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് ഏത് ഡേറ്റ് തൊട്ടാ? ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ തൊട്ടാ. ദാറ്റ് മീൻസ് ആ റിലവന്റ് അസസ്മെന്റ് ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ചാർജ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. 2 ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എ ഫേം ഫർണിഷ്ഡ് ഇറ്റ്സ് റിട്ടേൺ ഓഫ് ഇൻകം ഓൺ 30th June 2020 ഷോയിങ് ഇൻകം ഓഫ് ₹1 lakh. ഫേം ആണ്. സോ ടാക്സ് ലൈബിലിറ്റി 30% വരും. എത്രയാ? 1 ലക്ഷം രൂപയാണ് നമ്മൾ നമ്മുടെ ഇൻകം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ദ റിട്ടേൺ ഷോസ് അതർ പർട്ടിക്കുലേഴ്സ് ആസ് ഫോളോസ്. അഡ്വാൻസ് ടാക്സ് 20,000 ഉണ്ട്, TDS 1000 രൂപ. അതായത് 1 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻകം ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ടാക്സ് ലൈബിലിറ്റി എത്രയാണെന്ന് പറയുന്നില്ല, അത് പേ ചെയ്തതായിട്ടും പറയുന്നില്ല. 1 ലക്ഷം രൂപയാണ് നമ്മുടെ ഇൻകം. നമ്മൾ TDS ആയിട്ട് 1000 രൂപ പേ ചെയ്തിട്ടുണ്ട്, കൂടാതെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് 20,000 rupees പേ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നോക്കിയേ, ദ അസസിംഗ് ഓഫീസർ പാസ്ഡ് അസസ്മെന്റ് ഓർഡർ എൻഹാൻസിംഗ് ദ ഇൻകം ബൈ ₹5,000. അതായത് 1 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കാണിച്ചേ, നമ്മുടെ ടോട്ടൽ ഇൻകം ആയിട്ട് കാണിച്ചേ. പക്ഷെ അസസിംഗ് ഓഫീസർ പറയുന്നത് 1 ലക്ഷമല്ല, എത്രയുണ്ട്? 1,05,000 ഉണ്ട്. ഓക്കെ, ഇവിടെ ടാക്സ് അടച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ എത്രയാണ് ടാക്സ് അടക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടച്ചുള്ളതായിട്ട് നമ്മളോട് പറയുന്നേ ഇല്ല. സോ 1 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇൻകം ആയിട്ട് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. 20,000-ഉം 1,000-ഉം ചേർത്ത് 21,000 രൂപ, 20,000 അഡ്വാൻസ് ടാക്സും 1,000 രൂപ TDS-ഉം ചേർത്ത് 21,000 രൂപ നമ്മൾ ടാക്സ് ആയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കൂടാതെ സെൽഫ് അസസ്മെന്റ് പ്രകാരം നമ്മൾ ടാക്സോ കാര്യങ്ങളൊന്നും നമ്മൾ പേ ചെയ്തിട്ടുമില്ല. പക്ഷേ അസസിംഗ് ഓഫീസർ പറയുന്നത് 5,000 രൂപയും കൂടെ കൂട്ടിയിട്ട് 1,05,000 രൂപ എന്തായിട്ട് വേണം? ടാക്സ് ലൈബിലിറ്റി ആയിട്ട് വരും, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ആയിട്ട് വരും. സോ ഇവിടെ നോക്കി, പ്രോബ്ലം ചെയ്യുമ്പോൾ അസസ്ഡ് ഇൻകം 1,05,000 ആണ്. ആ 1,05,000 30% ടാക്സ് ലൈബിലിറ്റി വരുമ്പോൾ 31,500 വരും. മനസ്സിലായി? അതിന്റെ 4% സെസ്സും കൂടെ ചേർത്തിട്ട് 32,760 വരും. ഓക്കെ, അതായത് 1,05,000-ന്റെ 30%, അതിന്റെ 4%, അങ്ങനെ 32,760 രൂപ വരും. അതിൽ നിന്ന് നമുക്ക് 1,000 രൂപ എന്തായിട്ട് മൈനസ് ചെയ്യാം? 1,000 രൂപ എന്തായിട്ട് മൈനസ് ചെയ്യാം? TDS കൊടുത്തതായിട്ട് മൈനസ് ചെയ്യാം. സോ എത്ര വരും? 31,760 രൂപ വരും. മനസ്സിലായി? ഇനി അഡ്വാൻസ് ടാക്സ് അടച്ചോ നോക്കേണ്ടത് ഈ എമൗണ്ടിനാ. 31,760-ന്റെ 90% എങ്കിലും അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കണം. വേണ്ടേ? അങ്ങനെയല്ലേ പറഞ്ഞേ? 90% എങ്കിലും അടച്ചില്ലെങ്കിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞേ. സോ നോക്കി, ഈ 31,760-യുടെ 90%.
അതായത് ടി ഡി എസ് കുറച്ചിട്ടുള്ള എമൗണ്ട് അഡ്വാൻസ് ടാക്സ് വീണ്ടും എടുത്ത് കുറയ്ക്കരുത്. അഡ്വാൻസ് ടാക്സ് അടച്ചത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ 31,760 90% എന്ന് പറയുമ്പോൾ 28,584 വരും. 28,584 റുപ്പീസ് വരും. നമ്മൾ ആകെ അടച്ചിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് എത്രയാണ്? 20,000. സോ നമുക്ക് ഇവിടെ എന്ത് ചാർജ് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? സോ എമൗണ്ട് നോക്കി, നമ്മൾ അസസ്ഡ് ടാക്സ് 31,760 ആണ്. അതിനകത്ത് നിന്ന് അഡ്വാൻസ് ടാക്സ് കുറയ്ക്കാം. അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരം നമ്മൾ പറഞ്ഞായിരുന്നു അസസ്ഡ് ടാക്സിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. ഈ എമൗണ്ടിന് ഇനി യാതൊരുവിധ പ്രാധാന്യമില്ല. 90% കണ്ടുപിടിച്ച എമൗണ്ടിന് ഇനി യാതൊരു പ്രാധാന്യമില്ല. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് ഓർത്താൽ മതി. നമ്മൾ ടാക്സ് ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ അസസ്ഡ് ടാക്സ് എത്രയാണോ ആ അസസ്ഡ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യുക. ബാലൻസ് എമൗണ്ടിന് മുകളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കയറി വരുന്നത്. ഇവിടെ അസസ്ഡ് ടാക്സ് 31,720 അഡ്വാൻസ് ടാക്സ് എത്രയാ? 20,000 രൂപ. സോ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ട എമൗണ്ട് എത്ര വരും? 11,760 രൂപ വരും. അല്ലെ? റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 11,700 രൂപ വരും. ഇനി എത്ര മാസമാണെന്ന് അറിയാൻ ഇവിടെ നോക്കി, 29/3/2021 അല്ലെ? അതായത് 29/3/2021 നമ്മൾ അസസ് ചെയ്യണത് തന്നെ. സോ എത്ര മാസത്തെ വരും? 12 മാസം വരും. അല്ലെ? 1 April 2020 തൊട്ട് 29 March 2021 വരും. 12 മാസം വരും. എപ്പോഴാണോ നമ്മുടെ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ട് അസസ്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ കഴിയുന്നത് വരെയാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ അസസ്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ കഴിയുന്നത് അടുത്ത മാർച്ചിലാണ്. സോ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? ഈ പറയുന്ന 12 മാസത്തേക്ക് വരും. സോ നോക്കി, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായി? 1,404 രൂപ വരും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? എളുപ്പമാണ്. പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. ഹൗ ഷാൾ യുവർ ആൻസർ ഡിഫർ ഇഫ് ദ അസസി പേ? ഇവിടെ അസസി സെൽഫ് അസസ്മെന്റ് പ്രകാരം ടാക്സ് അടച്ചിട്ടുണ്ട്. എത്ര രൂപയാണ്? 10,200 റുപ്പീസ് ടാക്സ് അടച്ചിട്ടുണ്ട്. സോ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ മനസ്സിലാവും. നേരത്തെ അസസി ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി അസസി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ വരും. എങ്ങനെയാ? അസസി അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ തുടങ്ങി അസസി ടാക്സ് അടച്ചത് വരെ അല്ലെ? അസസി ടാക്സ് അടച്ചതിന് ശേഷം അങ്ങനെ രണ്ട് ടേമിൽ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? ടാക്സ് അടയ്ക്കുന്നത് വരെ അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ്, ടാക്സ് അടച്ചതിന് ശേഷം അസസ്ഡ് ടാക്സ് മൈനസ് അഡ്വാൻസ് ടാക്സ് മൈനസ് ടാക്സ് ഓൾറെഡി പെയ്ഡ്. ആ എമൗണ്ടിന്റെ മുകളിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? ഇൻട്രസ്റ്റ് കൊടുക്കാൻ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടും. ഈ എമൗണ്ട് ഒന്ന് ഓർത്തിരുന്നേക്ക്. 10,200. ഓക്കെ. ആസ് പെർ അസസ്ഡ് ഇൻകം 1,05,000 റുപ്പീസ് ആണ് നമുക്ക് വരണേ. ടാക്സ് ആണ് അപ്പോ ഇൻക്ലൂഡിംഗ് സെസ് 32,760 രൂപ വരും. ടി ഡി എസും അഡ്വാൻസ് ടാക്സസും കൂടെ കുറയ്ക്കാം, 21,000 വരും. സോ നമുക്ക് എത്ര വരും? 11,760 രൂപയാണ് നമുക്ക് വരുന്നത്. അതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം 11,700 രൂപയായിട്ട്. മനസ്സിലായോ? എപ്പോ? ജൂൺ 2020. ദാറ്റ് മീൻസ് അസസ്ഡ് ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ജൂൺ, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം എത്ര രൂപ വരും? സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? അസസ്ഡ് ടാക്സ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റിന്റെ ടാക്സ് അടയ്ക്കുന്നത് വരെ, ശ്രദ്ധിക്കണേ, സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്ന് പറയുന്ന സാധനം അടയ്ക്കുന്നത് വരെ അസസ്ഡ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തു, ബാലൻസ് കിട്ടുന്ന എമൗണ്ടിനെ റൗണ്ട് ഓഫ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എമൗണ്ടിന്റെ മുകളിൽ നമുക്ക് 3 മാസം 1% വെച്ച് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. മനസ്സിലായോ? എത്ര വരും? 351 രൂപ വരും. ഓക്കെ. ഇനി പറഞ്ഞ എന്താ? ഇവിടെ നമ്മൾ 1,00,000 രൂപയാണ് റിട്ടേൺ ആയിട്ട് സബ്മിറ്റ് ചെയ്തത്. 30%ഉം അതിന്റെ 4% വരുമ്പോൾ 31,200 റുപ്പീസ് വരും. അല്ലെ? ഇനി എന്താ പറഞ്ഞേ? ടി ഡി എസ് ആൻഡ് അഡ്വാൻസ് ടാക്സ് 21,000 മൈനസ് ചെയ്യാം. സോ ബാലൻസ് 10,200 വരും. ചെയ്താൽ മനസ്സിലായോ? ബാലൻസ് 10,200 റുപ്പീസ് വരും. സോ 10,200ന്റെ ഈ പറയുന്നത് പോലെ 3 മാസം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 306 രൂപ വരും. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ് 10,200 അല്ലെ? നമ്മളോട് അത്രയാണ് നമ്മൾ ടാക്സ് പേ ചെയ്തതായിട്ട് പറഞ്ഞിരിക്കണേ. നോക്കട്ടെ, ആ എമൗണ്ട് തന്നെ അല്ലേ? 10,200 റുപ്പീസ് ആണ് നമ്മൾ ടാക്സ് പേ ചെയ്തതായിട്ട് പറഞ്ഞിരിക്കണേ. അതിനകത്ത് ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്തതിനെ കുറിച്ച് പറയുന്നേ ഇല്ലല്ലോ. സോ ആ 10,200-നകത്ത് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 306 രൂപ ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യേണ്ടി വരും.
അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തത് കൊണ്ട്. ഓക്കെ, സോ ഈ 10,200-നകത്ത് ഫസ്റ്റ് നമ്മൾ ഏതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേ, ഓർമ്മയില്ലേ? അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ഫാൾസ് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഏതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും? ഇൻട്രസ്റ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 10,200 rupees നിങ്ങൾ ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ, അതിനകത്ത് നിന്ന് 306 രൂപ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 9,894 രൂപ മാത്രമേ ടാക്സ് ആയിട്ട് അടച്ചതായിട്ട് ട്രീറ്റ് ചെയ്യൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പറഞ്ഞേ. അവർ അസസ് ചെയ്ത ടാക്സ് അല്ല, നമ്മൾ ടാക്സ് അടച്ചതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ഫാൾസ് വരികയാണെങ്കിൽ അവിടെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഏതിനകത്താണ്? ഇൻട്രസ്റ്റിനകത്താണ്. നോക്കി, ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 306 രൂപയുണ്ട്. അത് പേ ചെയ്തെന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ആകെ പറഞ്ഞിരിക്കുന്നത് എന്താ? 10,200 rupees മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ. സോ ആ 10,200-നകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് അഡ്ജസ്റ്റ് ചെയ്യണം? 306 രൂപ അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ബാലൻസ് ടാക്സ് എത്ര മാത്രമേ ഉള്ളൂ? 9,894 രൂപ മാത്രമേ ടാക്സ് വരൂ. മനസ്സിലായി? സോ പറഞ്ഞ കാര്യം മറക്കരുത്. അസസ്മെന്റ് ഇയർ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ സെൽഫ് ടാക്സ് അടയ്ക്കുന്നത് വരെ എന്ത് ചെയ്യണം? അസസ്ഡ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. ഇനി അത് തൊട്ട് എപ്പോഴാണോ ഈ അസസ്മെന്റ് പ്രൊസീജിയർ പൂർത്തിയാവുന്നത് അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? അസസ്ഡ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് മൈനസ് ചെയ്യാം. ഇവിടെ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് 10,200 അല്ല, അതിനകത്ത് 306 രൂപ ഇൻട്രസ്റ്റ് പോവും. ബാക്കി 9,894 രൂപ മാത്രമേ വരുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നോക്കി, അസസ്ഡ് ടാക്സ് എത്രയാ? 11,700 രൂപയാണ് അസസ്ഡ് ടാക്സ് അല്ലെ? അതിനകത്ത് നിന്ന് എത്ര മൈനസ് ചെയ്യാം? 9,894 രൂപ മൈനസ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് അസസ്ഡ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്തു. ആ അഡ്വാൻസ് ടാക്സിൽ നിന്ന് നമുക്ക് ഏത് മൈനസ് ചെയ്യാം? ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത് മൈനസ് ചെയ്യാം. സോ എത്ര വരും? 9,894 രൂപ വരും. ദാറ്റ് മീൻസ് നോക്കി, ബാലൻസ് എമൗണ്ട് റൗണ്ട് ഓഫ് ചെയ്യാം, 1,800 രൂപ വരും. സിറ്റുവേഷൻ മനസ്സിലായി? ആ 1,800-ന് ഇനി എത്ര മാസം നിങ്ങൾ അടയ്ക്കണം? കാരണം ഈ അസസ്മെന്റ് ഇയറിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ അഡ്വാൻസ് അല്ലെങ്കിൽ അസസ്മെന്റ് പൂർത്തിയാക്കണേ. സോ അങ്ങനെ വരുവാണെങ്കിൽ 9 മാസത്തെ, അതായത് 1,800 രൂപയ്ക്ക് 1% വെച്ച് 9 മാസത്തെ എത്ര രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കണം? 162 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കണം. കേട്ടോ, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ആ 2-3 പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അസസ്റ്റ് അല്ലെങ്കിൽ അസസ്റ്റ് ടാക്സ് എന്നാണോ നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നത് അതുവരെ അസസ്റ്റ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്ത് ബാലൻസ് എമൗണ്ടിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഇവിടെ കണ്ടുപിടിച്ചു 351 രൂപ. ഇനി അസസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്തതിന് ശേഷമാണെങ്കിൽ അസസ്റ്റ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം, നമ്മൾ പേ ചെയ്തിരിക്കുന്ന ടാക്സ് മൈനസ് ചെയ്യാം. പക്ഷേ ഇവിടെ 10,200 രൂപ നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഷോർട്ട് ഫാൾസ് വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഏതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും? ഇൻട്രസ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് എത്രയാ? 306 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കാനുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി 306 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചതായിട്ട് ട്രീറ്റ് ചെയ്യും. ബാലൻസ് എത്ര മാത്രമേ ടാക്സ് ലൈബിലിറ്റിയിലോട്ട് പോകുള്ളൂ? 9,894 രൂപയെ പോകുള്ളൂ. സോ ആഫ്റ്റർ നിങ്ങൾ ഈ പേ ചെയ്തതിന് ശേഷം വരികയാണെങ്കിൽ നോക്കി, ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിച്ചു, അതിനകത്ത് നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഏതും കൂടെ മൈനസ് ചെയ്യണം. നമ്മൾ പേ ചെയ്തിരിക്കുന്ന 9,894 മൈനസ് ചെയ്യാം. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1,800 വരും. സോ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യണം? 162 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. അതായത് ഇവിടെ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് വരെ 351 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ടാക്സ് അടച്ചതിന് ശേഷം 162 രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 513 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. 513 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. പക്ഷേ ഇവിടെ നോക്കി, ഓൾറെഡി നമ്മൾ എത്ര ടാക്സ് പേ ചെയ്തിട്ടുണ്ട്? 306 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഇനി നമുക്ക് എത്രയും കൂടെ പേ ചെയ്യേണ്ടി വരും? ബാലൻസ് നമുക്ക് ഇനി എത്രയും കൂടെ പേ ചെയ്യേണ്ടി വരും? 207 രൂപയും കൂടെ നമുക്ക് പേ ചെയ്യേണ്ടി വരും. സോ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഈ 2 പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എളുപ്പമാണ്. ആ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഒരിക്കൽ കൂടെ അഡ്വാൻസ് ടാക്സ് ആണ്. 90% അടച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ. ഈ പറഞ്ഞതുപോലെ അസസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് വരെ അസസ്റ്റ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്ത് ബാലൻസ് എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ടാക്സ് അടച്ചതിന് ശേഷമാണെങ്കിൽ അസസ്റ്റ് ടാക്സിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ് മൈനസ് ചെയ്യാം, ബാലൻസ് എമൗണ്ടിന് കൊടുത്താൽ മതി. അങ്ങനെ പേ ചെയ്തിരിക്കുന്ന ടാക്സ് മൈനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നെങ്കിൽ ആ ഇൻട്രസ്റ്റ് കുറച്ച് ബാലൻസ് എമൗണ്ടിന് മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ടാക്സ് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ബൈ.